നാത്തൂനെ എന്താ അടി വെച്ചേ? പോണ്ടേന്ന് അവനെ കാണാൻ. ഇന്നൊരു മൂടില്ല. ഞാൻ ഇന്ന് പോലെ നാളെ എങ്ങാനും പോവാന്ന് വെച്ചു. മൂടില്ല, അല്ലെങ്കിൽ വരുമ്പോ തന്നെ അവനെ കാണാൻ ഓർമ്മയാണല്ലോ. ഇന്നൊരു സുഖമില്ല, ഒരു ബോറടി മാറി. ബോറടിയോ? എന്താ എനിക്ക് ബോറടിക്കാൻ പാടില്ല. പഠിച്ചവന്റെ ആ ചെറുക്കൻ വല്ലതും പഠിക്കണുണ്ടോ? കളിച്ച് തന്നെ ഇപ്പൊ ഇച്ചാന്റെ പുതിയ മോഹ അവനെയും പോലീസ് ആക്കണെന്ന്. എനിക്ക് കണ്ണിട്ട് കണ്ടൂടാ പോലീസുകാരെ. അവനിഷ്ടാണോ? അവന് അങ്ങനെ സ്വന്തമായിട്ട് വല്ല തീരുമാനം ഇച്ചാൻ എന്താ പറഞ്ഞാൽ അത് ഓക്കെ. അന്നാ പിന്നെ അവനെ പട്ടാളത്തിൽ വിട്, പോലീസിനെക്കാളും നല്ലത് അതല്ലേ. ഓ കൊള്ളാം, പട മേടിച്ച് പന്തളത്തിൽ എന്ന പോലെ ഇരിക്കും. ഇനി പട്ടാളക്കാരാണ് പിന്നെ വേറെ പണികളില്ല. പോലീസിനെ കൊണ്ട് തന്നെ എനിക്കൊരു തൊല്ലിയില്ല. ഇനിയിപ്പോ പട്ടാളക്കാരനെ കൂടി സഹിക്കാൻ ഞാൻ ഓടിയാണ്. നിങ്ങളൊരു പട്ടാളക്കാരന്റെ മോളോട് ഇത് പറയണെന്ന് വിചാരിച്ചോളോട്. ആ പട്ടാളത്തിനെ പറ്റി എന്താ അറിയാം? പിന്നെ പട്ടാളത്തിന്റെ ചിത്രപ്പറ്റി അറിയാനിരിക്കണം. പോലീസിനെ പോലെ അല്ല പട്ടാളം. ഓടി ചെന്നാലും നമ്മുടെ പട്ടാളത്തിൽ എടുക്കൊന്നുമില്ല. പിന്നെന്താണ്? എന്റെ നാത്തൂനെ ഞങ്ങള് കാശ്മീരിലായിരുന്നപ്പോ ഈ പട്ടാളക്കാരുടെ ഒരു രീതികൾ പറഞ്ഞു തന്നെ ഞാൻ. നിനക്ക് അങ്ങനെ ഇത്ര പേർക്ക് വിശദമായിട്ട് അറിയാം? എന്റെ അച്ഛൻ പട്ടാളത്തിലല്ലായിരുന്നോ? ഓ അങ്ങനെ. ഓ ഞങ്ങളങ്ങ് കാശ്മീരിലായിരുന്നപ്പോ എനിക്കൊരു 5 വയസ്സ്, കനകനൊരു 7-8 വയസ്സുണ്ടാവും. ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ അപ്പുറത്തായിട്ടൊരു കുളമുണ്ട്. ഞങ്ങള് വൈകുന്നേരം ആകുമ്പോ ഞാനും അച്ഛനും കനകനും കൂടി കുളിക്കാൻ പോകും കുളത്തില്. കാശ്മീർ കുളത്തിലാ? കുളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പോലത്തെ കുളമല്ല, മഞ്ഞൊക്കെ മൂടി സൈഡൊക്കെ മഞ്ഞുകൊണ്ട് കെട്ടി വെച്ചേക്കണ പോലെ തോന്നും. എന്നിട്ട് കുളിക്കാൻ പോകും. അച്ഛൻ കനകനെ കുളിപ്പിക്കായിരുന്നു. പുറകോട്ട് തിരിഞ്ഞപ്പോ അച്ഛന് മനസ്സിലായി സംഭവം പുറകെ കൂടി വരണ്ടെന്ന്. ബോംബ്! ഉടനെ തന്നെ കനകൻ കൊടുത്തച്ച ആ തോർത്തും കൊണ്ട് ഇങ്ങോട്ട് പറിച്ചിട്ടുണ്ടല്ലോ. ബോംബ് 2 ആ തോർത്തിന്റെ അകത്താക്കി വെള്ളത്തിലോട്ട് ഒറ്റ മുക്കും. ബോംബ് നിർവീര്യാക്കി. ഇതാണ് ഞാൻ പറയണത്, പട്ടാളക്കാരെ മാത്രം പുച്ഛിക്കരുത്. ആ ബോംബ് 2 അവിടെ വീഴാത്ത അവസ്ഥ എന്താ? കാശ്മീർ മുഴുവൻ പോവില്ലേ? അച്ഛനെ സമ്മതിക്കണം. പിന്നല്ലാതെ. കണ്ടിട്ടുണ്ടോ ജീവനോടെ ബോംബ്? ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പണ്ട് അവിടെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് കിടക്കണ ബോംബൊക്കെ, ഗ്രനേഡൊക്കെ ഇല്ലേ, അച്ഛനെടുത്ത് വീട്ടിലോട്ട് കൊണ്ടുവരും ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടി. ഇങ്ങോട്ട് 2 ഇവിടെ എവിടെയോ ഞാൻ പെട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ കാണിച്ചരാട്ടാ. എനിക്ക് എന്താടി ഞാനും വീട്ടിൽ കൊണ്ട് കാണിക്കട്ടെ. അതൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയണം, അല്ലാതെ എല്ലാവർക്കും പിള്ളേർക്കും കൊതിയില്ലേ? ഇവിടെ കിടക്കണുണ്ടല്ലോ എന്നാള് ഇവിടെ അച്ഛനെ മറ്റേ നിർവീര്യാക്കിയ ബോംബ് പിടിച്ച തോർത്തുണ്ടല്ലോ, അത് ഇന്നാള് വരെ ഇവിടെ ഉണ്ടായിരുന്നു. സത്യം ഇവിടെ ഇട്ടിരുന്നല്ലേടി അതവിടെ? ഞാനേ സത്യം പറയാലോ, നീ ഒന്ന് വന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. തള്ള വന്നാ തള്ളയുടെ ഒരു തള്ളു ഒരു സൈഡിൽ നിന്ന്. ഇപ്പൊ തള്ള ഇല്ലാത്തോണ്ടാ മോളെ തള്ളിന് വല്ല കുറവുണ്ടാ? ഇന്നാളെ ഒരു ദിവസം തള്ളി ഉണ്ടല്ലോ, ഈ ഇവിടെ ഇരുന്ന ഗ്രനേഡ് ഇവിടെ വെച്ച് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിങ്ങനെ പൊട്ടാനായിട്ട് ഇങ്ങനെ വിജൃംഭിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓ എന്നാലും നിന്നെ നിങ്ങൾ കാണാത്ത കാര്യങ്ങളൊക്കെ നുണയാണെന്ന് പറയണത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല. ഞങ്ങള് കളിച്ചിട്ടുണ്ട് ആ സാധനം കൊണ്ട്, അതാ പറഞ്ഞത്. നീ അധികം കളിയാക്കണ്ട. അവനക്ക് ഒരു സമാധാനത്തിന് പറയണല്ലേ, ആരെങ്കിലോടൊക്കെ പറയണ്ടേ. എവിളി കളറായി പോയെന്ന് അറിയാമോ? യുദ്ധ സമയത്താണ് ഇവളെ അവിടെ പ്രസവിച്ചത് അമ്മ. അവിടെ കരിയും പുകയൊക്കെ ആയതുകൊണ്ട് അങ്ങനെയാണ് ഇവളിങ്ങനെ ആയത്. പാവല്ലേടാ, എന്തിനാണ് ഒരുപാട് കളിയാക്കണേ? അവളുടെ കാര്യം പറയണു. എപ്പോ അതെയോ? ഇവന് കാര്യം അവനെ പാർട്ടി ഓഫീസിന് വെളിയിലെടുത്തത് എടുത്ത കളയാങ്ങോട്ട്. എന്ത് കാര്യം എന്താണ്? ആത്മഹത്യ ചെയ്യണോ? അതെയോ? ഓ ഞാൻ വരുന്നു. ഈ ഒരു കാര്യം ഞാൻ വരണവരെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യും. പോരാ, ഞാൻ ഇറങ്ങി ചെയ്യും. നടരാജനെ പാർട്ടി ഓഫീസിൽ കള്ളം കുടിച്ചിട്ട് എല്ലാരും ചീത്ത വിളിക്കുകയാണ്. അവിടെയൊക്കെ വാള് വെച്ച് ആകെ നാശാക്കി. പിന്നെ ചുമ്മാ പാവാതെ അങ്ങനെയൊന്നും ചെയ്യും. അവൻ ജീവിതം പെടുത്തുന്നു. നടരാജനോ? എന്ത് നടരാജന് ജീവിതം പെടുത്തൂടെ? എടി വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങള് നല്ലപോലെ ഒന്ന് മനസ്സ് വെച്ചാ ആരായാലും ജീവിതം പെടുത്തു കേട്ടാ. ഒരു ഭാര്യയുണ്ടല്ലോ മുത്തലക്ഷ്മി, ഒരേ അങ്ങനെ മതിയല്ലോ. ഡേ കുറച്ചുകൂടെ നീക്കിയിട്ട് പിടിച്ചിരുന്നാണ് വീഴാതെ. അവൾ ഇനിയും തള്ളും. എല്ലാം തലയാട്ടി കേട്ടിട്ട് അങ്ങ് വന്നപ്പോഴത്തേനും കാല് മാറിയല്ലോ. പിന്നെ എന്തിനാണ് വെറുതെ ഇനി പട്ടാളക്കഥ വേറെ എത്തും. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, ക്ലീറ്റസ് ഒന്ന് വന്നോട്ടെ, എല്ലാ കാര്യത്തിനും ക്ലിയർ ഉണ്ടാക്കാം.
എനിക്ക് മരിക്കാനാവും. നിനക്ക് മരിക്കാനാവും. ആ മരിക്കാം, നമുക്ക് മരിക്കാം, അതിനൊക്കെ വഴിയുണ്ട്. നീ എണീക്ക്. മരിക്കാനാവും എനിക്ക്. എടേ ആദ്യം മരിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയണ്ടേ, പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് കാര്യം അറിയാൻ പറ്റുമോ? ഇത് പൊക്ക് ഇതിനെ. ഇത് പൊക്കിക്കൊണ്ട് വന്ന പാടെ എനിക്ക് അറിയത്തുള്ളൂ. അളിയൊന്നും അറിഞ്ഞില്ലല്ലോ. മരിക്കാനാവും. എണീക്ക്. എനിക്ക് മരിക്കാനാവും. മരിക്കാം, അതിന് വഴി ഉണ്ടാകാം. അവിടെ ഇരിക്കും. കളിക്കുന്ന വെള്ളം കുടിച്ചിട്ട് വന്ന് ബോധമില്ല. രാവിലെ പാർട്ടി ഓഫീസിൽ വെള്ളം അടിച്ചോണ്ടിനകത്ത് കയറല് ഉള്ള കാര്യം ഞാൻ പറയാ. എന്ത് പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. ഇപ്പൊ എന്താ മരിക്കേണ്ട കാര്യം എന്താണ്? മുത്തുലക്ഷ്മിക്ക് ഇവരെ വേണ്ടെന്ന് അവൻ ചാവാൻ നടക്കോ. KSRTC ബസിന്റെ ഫ്രണ്ടിൽ ചാടാൻ നിന്നതാ. ഞാൻ പിടിച്ചോണ്ട് വന്നോണ്ട് രക്ഷപ്പെട്ടു. കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയ പാട് എനിക്ക് അറിയത്തുള്ളൂ. KSRTC ട്രെയിനിന്റെ മുമ്പേ ചാടിയാലേ ഒരു വകയും കിട്ടൂല കേട്ടാ. 10 പൈസ കിട്ടത്തില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു. മുത്തുലക്ഷ്മിക്ക് എന്നെ വേണ്ട. പിന്നെ ഞാൻ മുത്തുലക്ഷ്മിക്ക് വേണ്ടെങ്കിൽ നമുക്ക് അത് കാര്യം എന്താണെന്ന് അറിയണ്ടേ. അത് വല്ലതും അറിഞ്ഞാ എന്താണ് കാര്യം എന്ന് അറിയാമോ നിനക്ക്? ഡേയ് കാര്യം ഒന്നും അറിയത്തില്ലേ. ഇവൻ ചാവും ചാവൂന്നും പറഞ്ഞ് നീക്കുക. ഡേ നിനക്ക് ചാവണേ ഞാൻ കയറ് മേടിച്ചു തരാം. ഇപ്പൊ കയറി വാങ്ങിച്ചോണ്ടാ. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇതിന് ഞാൻ ഇപ്പൊ പാർട്ടിയിലെ കുടിയിൽ ഒരു പെട്ടി കെട്ടാൻ പറ്റാത്ത കയറിലാണ് അവൻ ചാവുന്നത്. തൂങ്ങി ചാവുന്നത്. ഇതൊക്കെ ചാവാ ഇത് മതി. എന്നിട്ട് പാർട്ടി സമാധാനം പറയേണ്ടി വരും. ബാത്റൂമിൽ കണ്ട തലയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്റെ അളയെ ഇവിടെ കൊണ്ടുവന്ന പാട് എനിക്കറിയാം. ഇനി എനിക്ക് വയ്യ ഇതേക്കാൻ. എന്താന്ന് വെച്ചാ പരിഹാരം കാണും. എന്ത് കഷ്ടമാണ്. പാർട്ടി തന്നെ അല്ലാതെ ആവശ്യമുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഈ കുടുംബ പ്രശ്നം ഞാനേ ആ മുത്തുലക്ഷ്മി എന്ന് വിളിക്കാം. എന്റെ ശബ്ദം കേൾക്കരുത്. അവള് ഇപ്പൊ തന്നെ കളഞ്ഞിട്ട് വേറെ കല്യാണം കൂടെ കഴിയും. മുത്തുലക്ഷ്മി തങ്കം ഡേ നീ വന്നാ? നീയാ? എന്തായിടാ നിന്റെ അണി ആത്മഹത്യ ചെയ്താ? ആത്മഹത്യ ചെയ്ത് അവന്റെ 16 നടത്തിയിട്ടാ ഞാൻ വന്നേക്കണേ. നീ അതിനോട് ചൂടാവണം എന്തിനാടാ? ഒരു ആളിന് എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉടനെ അത് അങ്ങനെയാണ് അടി ചോദിക്കണേ. നീ അതിനല്ലേ പോയേപ്പാ? അടിയ തരം നടത്താൻ അല്ല, നീ പിന്നെ എന്തിനാ പോയേ? ആ കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് സംസാരിച്ച് ശരിയാക്കിയ നീ? തങ്കം അവളവിടെ ഉണ്ടായിരുന്നു. നീ വെള്ളം കുടിക്കുമെന്ന് കയറിയതല്ലേ? ഞാൻ വിളിച്ചല്ലോ എന്തായെന്ന് അറിയാൻ വേണ്ടി. എന്താ അവിടെ സംസാരത്തിന്റെ ഇടയിൽ പിന്നെ എങ്ങനെ ഫോൺ എടുത്ത് നിന്റെ അടുത്ത് കാര്യം പറയാൻ? എന്താവാൻ ഒന്നും ആയില്ല. മുത്തുലക്ഷ്മിക്ക് അവനെ വേണ്ട. അവനാണെങ്കിൽ മുത്തുലക്ഷ്മി എന്റെ മുത്തുലക്ഷ്മി എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുക. അവര് തമ്മിലാണ് വഴക്കിട്ടെ. പിന്നെ വേറെ ആരുമായിട്ട് വഴക്കണം? ഞാൻ പറഞ്ഞില്ലേ എന്തോ നിങ്ങൾ ഊഹിച്ചതല്ലേ. ആയിക്കോട്ടെ. എന്തായാലും ഇപ്പൊ മുത്തുലക്ഷ്മിക്ക് വേണ്ടെന്നുള്ള ഒരേ വാശിയിൽ. അല്ല എന്താ കാര്യം? എന്താ മുത്തുലക്ഷ്മിക്ക് വേണ്ടെന്ന് പറഞ്ഞത്? കാര്യം എന്താണെന്ന് നരാന്ന് വെച്ചാൽ അവൻ അറിഞ്ഞൂടാ എന്താ കാര്യം. പിന്നെ അവര് ഭയങ്കര സ്നേഹമല്ലേ. മുത്തുലക്ഷ്മി എന്ന് പറഞ്ഞാൽ നടരാജൻ മരിക്കും. അല്ല രാത്രി തുടങ്ങിയ കള്ളുകൂടിയാ. തീരെ അവിടെ ചീത്തവിളി എന്ന് പറഞ്ഞാ കണ്ടവരൊക്കെ ചീത്ത വിളിക്കുക. ഇനിയിപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾക്കൊന്ന് വിളിക്കായിരുന്നില്ലേ മുത്തുലക്ഷ്മിനെ? നിങ്ങൾ ഭയങ്കര കൂട്ടാണല്ലോ അവിടെ ചെല്ലുമ്പോ. ഞാൻ വിളിച്ചാ കൊച്ചിനോട് ഞാൻ പറഞ്ഞു എന്താണ് ആവശ്യമില്ലാതെ അവൻ ആകെ പ്രാന്തായിട്ട് നടക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചപ്പോ ക്ലീറ്റസ് ഏട്ടാ ഇനി ഇതിൽ ഇടപെടരുത്, എനിക്ക് അയാളെ വേണ്ട. അമ്പലും വില്ലും തൊടാതെ ഈ ഒരൊറ്റ വെളിയിൽ നിൽക്കണത്. അപ്പൊ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. എനിക്കറിയില്ല എന്താ ഉള്ളതെന്നുള്ളത്. നല്ലപോലെ ഞാൻ പറഞ്ഞു. അതുപോലെ ഇല്ല, നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട. ഞാനിത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ പ്രശ്നമുണ്ട്, അത് പറയണില്ല. കാര്യം എന്താ വെച്ചാൽ അത് പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഒരു കാല് വിളിച്ചു. ഞാൻ പറഞ്ഞ കുഞ്ഞെ നീ ഒരു കാര്യം ചെയ്യും, എനിക്കൊരു 10 മിനിറ്റ് സമയം തരുമോ, നിൻ്റെ കൂടെ നേരിട്ടൊന്ന് സംസാരിക്കണം. അവൻ പറഞ്ഞു ആദ്യമായിട്ട് അവസാനമായിട്ടൊരു 10 മിനിറ്റ് ഞാൻ തരും. ഇനി ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ആരും എന്നോട് സംസാരിക്കേണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ടോ? എന്നിട്ടെന്താ വരും? സംസാരിച്ചോ? ഇല്ല, ഇങ്ങോട്ട് വരും. എന്തിനാ ഇങ്ങോട്ട്? എടീ ഈ വിഷയം ഒന്ന് പറഞ്ഞ് ഇതിനെ സോൾവ് ചെയ്യണ്ടേ? രണ്ടുപേരും കൂടെ ഓ ഇടി ഇവിടെ ആവുമ്പോ ഇങ്ങനെ വന്ന് കണ്ട് നമ്മൾ ഈ സ്നേഹത്തോടെയൊക്കെ ഇടപഴകുന്നത് കാണുമ്പോൾ എങ്കിലും മനസ്സലിഞ്ഞ് അവർ ഒന്നായിക്കോട്ടെ. നമ്മളെ കൊണ്ടൊരു ഗുണം ഉണ്ടാവട്ടെ. പുറത്തൊന്ന് നോക്കി കണ്ട് പഠിക്കാൻ പറ്റിയ നല്ല ഫാമിലി. അല്ലടി ഞാനങ്ങ് പാലായി കൊണ്ടുവരാം. അയ്യോ മാതൃകയാക്കാൻ പറ്റിയ ഒരു കുടുംബം. ഞാൻ നിന്നോട് പാലിക്ക് കൊണ്ടുവരാനല്ലേ പറഞ്ഞേ? നീ ആ മുത്തുലക്ഷ്മിനെ വിളിച്ച് നന്നാക്കണ നേരം നീ നിന്റെ കൂട്ടുകാരൻ നടരാജനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്തുണ്ടെങ്കിലും പെണ്ണുങ്ങളുടെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്താലും പെണ്ണുങ്ങൾക്ക് കുറ്റം. അതെ, ബഹളം വെക്കണ്ട. ഇതിപ്പോ എന്താ എവിടെയാണ് പ്രശ്നമൊന്നും അറിഞ്ഞില്ലല്ലോ. എന്താ പ്രശ്നം? എന്താ പെണ്ണിന്റെ കയ്യിൽ എന്ത് പ്രശ്നമൊന്നും ഉണ്ടാവാറില്ലേ? പെണ്ണിന്റെ കയ്യിൽ പ്രശ്നം ഉണ്ടാകുന്നില്ല. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും സാധാരണ ആണുങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങളായാൽ പോലും അവസാനം കറങ്ങി തിരിഞ്ഞ് എങ്ങനെ ആ പെണ്ണ് കാരണമാണ് അവന്റെ ജീവിതം മുടിഞ്ഞെന്ന് അവസാനം പറയും. അപ്പൊ പെണ്ണെന്ത് ചെയ്യണം? ഒരു പടിക്ക് ഒന്ന് അടങ്ങി നിൽക്കണം, കുറച്ചൊന്ന് എന്തിന് പെണ്ണടങ്ങി നിൽക്കണം? കെട്ടിയോളും കെട്ടിയോളയോ ഒരേപോലെ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ഒരേപോലെ ഇരിക്കണം. ഇതിപ്പോ ഇവിടെ അങ്ങനെ നിങ്ങൾ അടിച്ചു തീരുവോ?
ഇവിടെ ഭർത്താനം അടിച്ച് പറഞ്ഞ തീരണല്ലോ. ഈ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴേ പറയാതിരിക്കാൻ തോന്നണ എങ്ങനെയാ? എന്റെ അളിയനെ സംഭവം എന്റെ അളിയ ഇടയ്ക്കിടയ്ക്ക് പറയണതിൽ കാര്യമുണ്ട് കേട്ടോ. ഇവിടെ ഈ നാക്കുണ്ടല്ലോ, 1.5 നാക്ക് തന്നെ. അയ്യോ നിങ്ങൾക്ക് പെങ്ങളുടെ കാര്യം പറയുമ്പോ ഇത് കൂടി ഒലിക്കുമായിരുന്നല്ലോ. പറയല്ലേ ഒന്നുമില്ല. ആര് പറഞ്ഞു? ഞാൻ കൊള്ളരായി കണ്ട ഞാൻ ആരായാലും പറയും. പെങ്ങളല്ല ആങ്ങളായാലും ഞാൻ പറയും. പെങ്ങളുടെ ഇപ്പൊക്കെ ഇപ്പൊ പൊട്ടിപ്പോ അവരെപ്പോ വരും? മുത്തുലക്ഷ്മിയൊക്കെ വരും. എന്നാ എഴുന്നേറ്റ് പോ, ഉടുപ്പൊക്കെ ഞാൻ മാറ്റിട്ട് വാ. ഒന്ന് മടക്കി വെച്ചേക്ക്, ഞാൻ ഭക്ഷണം എടുക്കാം. നീ കഴിച്ചാലോ നീ വല്ല വിഴുങ്ങിയ പിന്നെ നീ വരാണ്ട് ഞാനെങ്ങനെ വിഴുങ്ങണം? എന്നാ എടുത്ത് വെക്ക്, ഒരുമിച്ച് കഴിക്കാം. വേഗം വാ, വേഗം വാ. ഈയിടെയായിട്ട് വലിയ പ്രശ്നമായിട്ട് വരുവാണ് കേട്ടോ. അളയാ ക്ലീറ്റസാ, അളയാ ക്ലീറ്റസാ, അളയാ ഒന്ന് വന്നേ. ഇത് കണ്ട ഇവിടെ എവിടെയെങ്കിലും ഇരുത്തട്ടെ. അളയാ മോരും വെള്ളം 2 പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്തു. എന്തൊരു കരച്ചിലായത്, പട്ടി കരയാണ് കാര്യമാണ്. അത് ഞാൻ വിളിച്ചു പറഞ്ഞു, അവളെ ഇറങ്ങിയിട്ടുണ്ട്. കരയല്ലേ കരയല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നടരാജാ കണ്ണൊക്കെ തുടച്ചേ. എന്തെങ്കിലുമൊക്കെ കണ്ണെന്തൊരു വീട്ടിൽ കാണിക്കുമ്പോൾ ആലോചിക്കണം. പെണ്ണുങ്ങളിങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ തീരുമാനമൊക്കെ എടുക്കുന്നു. വരട്ടെ, എന്ത് ചെയ്യുന്ന അവള് തന്നെ. ഓക്കെ, ഓട്ടോ വരുന്നുണ്ട്, അവളായിരിക്കും. വരയല്ലേ. എനിക്കറിയാം കൊടുക്കാൻ. മുത്തുലക്ഷ്മി ഇതേ കൂടി അതേ വാ മുത്തുലക്ഷ്മി. നീ ഇവിടെ ഇരിക്കാനല്ലേ ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കും. എവിടെ എന്ത് വിശ്വാസമുണ്ട്? മൂത്ത കാശ, നല്ല കാശുകാരിയാ. മാത്രമല്ല അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്റെ അളിയ ഞാൻ വന്നാൽ ശരിയാവത്തില്ല. ഒന്നാമത് അവള് പറയുന്നത് ഇവനെ ഞാനാ ചീത്തയാക്കുന്നത്. അല്ല ശരിയുള്ള കാര്യമാണ്. സമയമില്ല, കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. സംസാരിച്ചപ്പോ ഞാൻ ഇവിടെ കാണും. നീ ഒന്ന് പറഞ്ഞു. നീ അവിടെ ഇരുന്നാ മതി. മുത്തുലക്ഷ്മി, ഞാനൊരു സത്യം പറഞ്ഞോട്ടെ. അതെ, മുത്തുലക്ഷ്മിയുടെ മുഖത്തിന് ഈ ഗൗരവം ഒട്ടും ചേരണം. നമുക്ക് കാര്യങ്ങൾ ചിരിച്ചുകൊണ്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യും. വെറുതെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ വിഷാദഭാവമൊക്കെ വലിച്ച് മുഖത്ത് വെക്കണേ? നടരാജ, നീ മിണ്ടരുത്. ഞാൻ കാല് പിടിച്ചോണ്ടാണ് നിന്റെ സഹധർമ്മിണി ഇപ്പൊ ഇങ്ങനെ ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് വന്ന് തയ്യാറായിരിക്കുന്നത് കേട്ടാ. അതെ മുത്തുലക്ഷ്മി, ഞാനൊരു പൊതുപ്രവർത്തനം ആയതുകൊണ്ട് തന്നെ ഇവിടെ പല സാമൂഹിക പ്രശ്നങ്ങളിലും കുടുംബ പ്രശ്നങ്ങളിലും ഒക്കെ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചർച്ച ചെയ്ത് വിജയിപ്പിച്ചിട്ടുമുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കാര്യം എന്താണ്? അത് തുറന്ന മനസ്സോടുകൂടി നമ്മൾ കാര്യങ്ങളിലേക്ക് ഇടപെടണത് കൊണ്ടാണ്. നമുക്ക് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. അതാണ് എനിക്ക് വേണ്ടത്. അല്ലേ തങ്ക? അങ്ങനെയല്ലേ? അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ക്ലീറ്റസ് ഏട്ടാ, എന്റെ വീട്ടിൽ ഞാൻ ഒറ്റ മോളാണ്. നടുവേട്ടന്റെ കുടുംബ മഹിമ ഞാൻ അങ്ങനെയാ വിളിക്കാറ്. നടുവേട്ടന്റെ കുടുംബ മഹിമ കണ്ടിട്ടാ എന്നെ ആ കുടുംബത്തിലോട്ട് കെട്ടിച്ചു വിട്ടത്. 10 ലക്ഷം രൂപ റെഡി ക്യാഷും കാറും 10-75 പവൻ സ്വർണവും കൊടുത്തിട്ട് എന്നെ കെട്ടിച്ചു വിട്ടത്. അല്ല, അതൊക്കെ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം. ഞങ്ങളെല്ലാം കല്യാണത്തിനൊക്കെ പങ്കെടുത്തല്ലയോ? കാര്യം പറയും. ഒത്തിരി ബിസിനസ്സൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാ വന്ന് കല്യാണം കഴിച്ചത്. ഇപ്പം ഒരു ബിസിനസ്സും ഇല്ല. വെള്ളയും വെള്ളം ഇട്ടുകൊണ്ട് രാവിലെ ഇറങ്ങി പോകുന്നല്ലാതെ എന്താണെന്ന് ഒന്നും അറിയില്ല. കുട്ടി, ഈ വെള്ളയും എന്ന് പറയുന്നത് അത്ര മോശം ആൾക്കാരൊന്നുമല്ല. സമൂഹത്തിൽ വിലയും നിലയുള്ള ആൾക്കാരാണ്. ആ ഒരു വിലയും നിലയുണ്ടല്ലോ ഒരു ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അതിനെ കുറ്റപ്പെടുത്തരുത്. പിന്നെ നടരാജൻ വെള്ളം ഇടാൻ തുടങ്ങിയത് ഇപ്പോൾ ഇന്നലെയായിട്ട് പെട്ടെന്നൊന്നും അല്ലല്ലോ. കുറേ നാളായിട്ട് വെള്ളം ഇട്ടുകൊണ്ട് രാവിലെ ഇറങ്ങുന്നു. എനിക്കറിയേണ്ടത് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ അടുത്ത് എന്ത് പ്രശ്നമാണ് ഉണ്ടായെന്നുള്ളതാണ്. അതൊന്നും പറയണ്ട ക്ലീറ്റസ് ഏട്ടാ. അതെല്ലാം പോട്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. പക്ഷെ ഇപ്പൊ എപ്പോഴും ആരോ വിളിക്കുന്നുണ്ട്. അതൊരു പെണ്ണാണ്. ഞാൻ അടുത്തോട്ട് ചെല്ലുമ്പോൾ മാറി പോവേ.
ഇടയ്ക്കിടയ്ക്കൊക്കെ കോള് വരുന്നുണ്ട്. അതാരെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. നടരാജൻ അങ്ങനെ ഒന്നും ചെയ്യൊന്നുമില്ല. ചേച്ചി ചോദിച്ചു നോക്ക്. ശരിയാണോ അവള് പറയണേ? മുത്തലക്ഷ്മി പറയണേ ശരിയാണോ? നിനക്ക് ഫോൺ വരാറുണ്ടോ? പറയില്ല കേട്ടോ, ചോദിച്ച പറയില്ല. ഫോൺ വരാറുണ്ടോ? എനിക്ക് പറയാൻ പറ്റും. ഉണ്ടോ? എന്റെ പാർട്ടിയിൽ ഇങ്ങനെയുള്ള പെരുമാറ്റമുള്ള ആൾക്കാരെ ഞാൻ നിർത്തൂല. ഞാൻ അപ്പൊ വെളിയിലാക്കും പാർട്ടിയിൽ നിന്ന് കേട്ടോ. നിനക്ക് ഇത്രയും തങ്കപ്പെട്ടൊരു കുട്ടി കൂടെ ഉള്ളപ്പോ അവന് ഫോൺ എടുക്കും. ഫോണിഞ്ഞ് എടുക്കാൻ ഞാൻ ഫോൺ നടരാജൻ ക്ലീറ്റോന്റെ കൂടെ നടന്നിട്ട് എങ്ങനെ ഇങ്ങനെ വഴിതെറ്റിപ്പോയത് നടരാജൻ? ഇങ്ങനെയൊക്കെ നിന്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നോക്ക് ക്ലീറ്റസ് ഏട്ടാ, അതൊരു കോഡാണ് അടിച്ചിട്ടിരിക്കുന്നത്. യെസ് എന്ന ആ ഒരു പേരിലാണ് എപ്പോഴും കോഡ് വന്നുകൊണ്ടിരിക്കുന്നത്. എടാ നാണം ഉണ്ടോടാ നിനക്ക്? നാണം ഒരു കൊച്ചുവായില്ലേ ഇപ്പോഴും? അവൻ നടക്കുന്നവൻ നമ്പർ വിളിക്കരുത്, എന്താ വിളിക്കരുതാ കോൾ. വിളിച്ചെന്താ കുഴപ്പം? വിളിക്കരുതെന്നോ? കുടുംബമായിട്ട് ജീവിക്കണവർക്ക് പറ്റുന്ന പണിയാണോ നടരാജ ഇത്? ആ നീ വിളിക്കടാ. നോക്ക് ക്ലീറ്റസ് ഏട്ടാ, അപ്പോഴറിയാൻ പറ്റും. സാരില്ല. ഇതിപ്പോ ഇന്ന് രാവിലെ 3 പ്രാവശ്യം വിളിച്ചേക്കാ. നോക്ക് ക്ലീറ്റസ് ഏട്ടാ, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും വിളിക്കുന്നുണ്ട്, എപ്പോഴും വിളിക്കുന്നുണ്ട്. നമുക്ക് പരിഹാരം ആരാടെ സത്യം പറഞ്ഞാണോ? അത് എനിക്ക് പറയാൻ പറ്റിയത്. അങ്ങനെ പറയില്ല ക്ലീറ്റസ് ഏട്ടാ. നിങ്ങൾക്ക് ഞാനാണോ വലുത് അതെ അവളാണോ വലുത്? വേണ്ട, എനിക്ക് വേണ്ടിട്ട് പറഞ്ഞോണെങ്കിൽ ഞാൻ പാർട്ടി നിർത്തി കളയുന്ന. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങൾ ഇങ്ങനെ കണ്ടില്ല എന്ന് വെക്കരുത് നടരാജ. നേതാവ് പരിഹരിക്കുമോ? നേതാവ് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? എന്ത് പരിഹാരം? ഇതല്ലേ വലിയ പ്രശ്നം. നിനക്കിപ്പോ എടാ ഈ ഒരു ഇങ്ങനെ നിനക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന ഒരു കൊച്ചിനെ കളഞ്ഞിട്ട് അവന് പരിഹാരം ഇത് ആരാന്ന് പറയുന്നത്? ആദ്യം ഈ എസ് എന്ന് പറയുന്നത് സരോജിനി അമ്മ എന്റെ അമ്മയാണ്. നിന്റെ അമ്മ? പിന്നെ അമ്മയെ നീ എന്തിനാ ഓടിച്ച് അവളെ വിളിച്ചു വിളിക്കണേ? എന്റെ അമ്മ ഇവൾക്ക് ഇഷ്ടമല്ല. ഞാൻ അമ്മയോട് സംസാരിക്കുന്നത് ഒട്ടും ഇവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ. ആണോ അച്ഛേ? മുത്തലക്ഷ്മി അവന്റെ അമ്മയല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും അമ്മയെ വിളിച്ച് സംസാരിക്കാൻ പറ്റും? അതെന്താ നിനക്ക് ഇഷ്ടമല്ലാത്ത? എന്റെ നടുവട്ടം വേറെ ആരെയും സ്നേഹിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അത് കൊള്ളാം. അവന്റെ അമ്മയെ അവനല്ലാതെ പിന്നെ വേറെ ആര് സ്നേഹിക്കും? മുത്തലക്ഷ്മി നിനക്കൊരു മോനുണ്ടല്ലോ, അവൻ നിന്നെ സ്നേഹിക്കണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടൂ? എല്ലാ പെണ്ണുങ്ങളുടെയും കുഴപ്പം ഇതാ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് ഭാര്യയുടെ കാര്യം മാത്രമേ നോക്കാവൂ, അവളെ മാത്രമേ സ്നേഹിക്കാവൂ, അവളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. ഇത് ഈ അമ്മമാരെയൊക്കെ ആര് സ്നേഹിക്കും? സത്യം പറഞ്ഞാണല്ലോ, ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടി മുട്ടാതെ ഇങ്ങനെ ഒരു കണക്കിന് കൊണ്ടുപോകുന്ന പുരുഷന്മാരെ ഉണ്ടല്ലോ, സമ്മതിക്കണം. നമ്മുടെ കാര്യമല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിന്റെ ഒളിഞ്ഞു പോകും. വിളിക്കുന്നു എസ് എ. ഹലോ അമ്മേ. അമ്മയ്ക്ക് സുഖാണോ? ചേട്ടാ അവിടെ ഉണ്ട്. അത് ഞാനും നടുവേട്ടനും കൂടെ അങ്ങോട്ട് വരും അമ്മയെ കാണാനായിട്ട്. ഇന്ന് തന്നെ വരാന്ന്. വിശേഷമൊന്നുമില്ലല്ലേ? ഓക്കെ അമ്മ, വയ്ക്കട്ടെ എങ്കിൽ. എന്നിട്ട് പോവല്ലേ? എനിക്ക് നടുവേട്ട് മാത്രമല്ലേ ഉള്ളു, അതുകൊണ്ടല്ലേ. നമുക്ക് ഇന്ന് തന്നെ അമ്മയെ കാണാൻ പോവാം. ഇത്രയുള്ള ആള് എന്റെ മുത്തലക്ഷ്മി അവ എവിടെ പോവാൻ? എങ്ങും പോവില്ല. നമുക്ക് അമ്മയെ കാണാൻ പോയിട്ട് വരാം. ഞങ്ങളോടൊന്നും പറയാതെ അങ്ങ് പോവാണോ? ഫോട്ടോ വെച്ച് ഊണ് കഴിച്ചിട്ട് പോവാം. വേണ്ട ഇത്രയും കാര്യമുണ്ട് നടരാജ. മോളെ വഴി നല്ല ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ച് അമ്മയ്ക്കൊരു ബിരിയാണി പാഴ്സൽ വാങ്ങിച്ചോണ്ട് പോയി കേട്ടാ. സന്തോഷം. ശരി. പിന്നെ പാർട്ടി കാര്യങ്ങൾ മറക്കണ്ട. മീറ്റിംഗ് ഉണ്ട്. അപ്പൊ നല്ലപോലെ ഒന്ന് കുളിക്കാതെ കെട്ടണേ. ഇണക്കുരുവികളെ പോലെ അല്ലേ? കഴിഞ്ഞ കാലത്തിൽ കാണുമായിരുന്നു പാർട്ടി അമ്മീച്ച് കിടന്നിട്ട് എന്റെ അതിനെന്തൊരു ഇഷ്ടാ. ആന്നേ ഞാൻ ഇപ്പഴേ നിനക്ക് കാണുന്ന. എടാ ഞാനൊന്ന് ഇന്ന് തന്നെ അങ്ങ് പൊക്കോട്ടെ.
ഞാൻ പോണം. നീ 2 ദിവസം നിൽക്കാൻ വന്നതല്ലേ? അവിടെ ഇച്ചായനും കൊച്ചും തനിച്ചല്ലേ, ഞാൻ പോട്ടെ. ഇപ്പോഴും അറിഞ്ഞത് ഇച്ചായനെ കുറിച്ചും തനിച്ചല്ലേ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ വന്നത്. നാളെ പോവാം. നിക്കടി, 2 ദിവസം കഴിഞ്ഞ് പോവാന്നേ. പറഞ്ഞിട്ടൊക്കെയാണ് വന്നത്. എന്തായിട്ടും കുഴപ്പമുണ്ടല്ലോ. അതെ, ഞാനും ഇച്ചായനും നമ്മളേ ഇച്ചായൻ അതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അങ്ങ് പിടിച്ചില്ല. ഞാനപ്പം ഇങ്ങോട്ട് ഇറങ്ങിപ്പോവും. ഞാൻ പോട്ടെ, അത് ശരിയാവില്ല. ഞാൻ പിന്നെ വരാം. ഇത് കണ്ടോ, ഒരു പിടിക്ക് 2 പക്ഷി. ഒറ്റ ഉപദേശം കൂടെ 2 കുടുംബമാണ് ഇപ്പൊ നന്നായിക്കണേ. ആ കാലൊന്ന് തന്നെ ഞാനൊന്ന് പിടിക്കട്ടെ. എന്തിന്? ക്ലീറ്റോ തകർച്ചയുടെ വക്കിൽ നിന്ന 2 കുടുംബങ്ങളെയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തിയത്. ഇവിടെ നോക്കി, ഈ കാണിക്കുന്ന ബുദ്ധിയുടെ 100-1 ഈ കുടുംബത്തെ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം എന്നേ രക്ഷപ്പെട്ടേനെ എന്റെ ക്ലീറ്റോ. ഞങ്ങളെ പൊതുപ്രവർത്തകരാ, വാഗ്ദാനം കൊടുക്കാറേ ഉള്ളൂ, അത് പാലിക്കാറില്ല. അതാണ് ഞങ്ങളുടെ രീതി. Versus Alien.